ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്താണ്. നമ്മുടെ പോർട്ടിൻ്റെ ട്രെയിലറിന് ആവശ്യമായിട്ടുള്ള കണ്ടെയ്നറുമായിട്ട് വന്ന ഡാനിഷ് ഷിപ്പിംഗ് കമ്പനിയായ മേഴ്സിൻ്റെ സാൻ ബെർണാണ്ടോ എന്ന് പറയുന്ന ഷിപ്പ് ചൈനയിലെ സിയാമിൻ പോർട്ടിൽ നിന്നും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൽ വന്നിട്ട് 2 ദിവസമായി. കപ്പൽ ഇപ്പോൾ മൂറിങ്ങിലാണ്. ഇപ്പോൾ തന്നെ കപ്പൽ ഇവിടെ നിന്നും കൊളംബോ പോർട്ടിലേക്ക് തിരിച്ചു പോകും എന്നാണ് അറിയാൻ സാധിച്ചത്. അതിനാവശ്യമായിട്ടുള്ള ഹെൽപ്പിനാവശ്യമായിട്ടുള്ള നമ്മുടെ ടഗ് ബോട്ടുകൾ, അതായത് നമ്മുടെ കപ്പലിന് പോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് നമ്മുടെ ടഗ് ബോട്ടുകളായ ഡോൾഫിൻ 27, ഡോൾഫിൻ 35, ഡോൾഫിൻ 28, ഓഷ്യൻ സ്പിരിറ്റ് എന്നീ 4 ടഗ് ബോട്ടുകളുടെ സഹായത്തോടെയാണ് നമ്മുടെ സാൻ ബെർണാണ്ടോ എന്ന് പറയുന്ന ഷിപ്പ് പോർട്ടിന് പുറത്തേക്ക് പ്രവേശിക്കുന്നത്. അതിന് ഈ ടഗ് ബോട്ടുകളെല്ലാം ഇപ്പോൾ ബെർത്തിനോട് ചേർന്നിട്ടാണ് ഷിപ്പുള്ളത്. ഈ മൂറിങ് അഴിച്ചുവിട്ടതിന് ശേഷം, മൂറിങ് കഴിഞ്ഞതിന് ശേഷം ഈ ടഗ് ബോട്ടുകളിൽ ഹെവി റോപ്പ് ഉപയോഗിച്ച് ടൈ ചെയ്തതിന് ശേഷമാണ് ഈ ടഗ് ബോട്ടുകൾ ഷിപ്പിനെ നമ്മുടെ ബെർത്തിൻ്റെ അവിടെ നിന്ന് വലിച്ച് കുറച്ച് ബാക്കിലോട്ട് അല്ലെങ്കിൽ സൈഡിലോട്ട് മാറ്റി, അതായത് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലോട്ട് മാറ്റിയതിന് ശേഷമാണ് ഷിപ്പ് മുന്നോട്ട് പോകുന്നത്. വലിച്ചു മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള ഹെവി റോപ്പുകൾ ടൈ ചെയ്യുകയാണ് നമ്മൾ ഈ ടഗ് ബോട്ടിൽ. അതാണ് നമ്മൾ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒന്ന് കാണുന്നത്. മൂറിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഹെവി റോപ്പ് റിലീസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ ഫാസ്റ്റായിട്ടാണ് ഹെവി റോപ്പ് റിലീസ് ചെയ്ത് ഷിപ്പിലേക്ക് അയക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൽ ആദ്യമായി വന്ന കണ്ടെയ്നർ ഷിപ്പ് ബെർത്തിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത്, അതായത് നമ്മൾ ഈ കാണുന്ന കപ്പലിൻ്റെ അപ്പുറത്തെ വശത്ത് ടഗ് ബോട്ടുകളുടെ സഹായത്തോടെ റോപ്പ് ഉപയോഗിച്ച്, ഹെവി റോപ്പ് ഉപയോഗിച്ച് പുള്ളി എന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ 2 ടഗ് ബോട്ടുകളായ ഈ പറയുന്ന ഡോൾഫിൻ 27, ഡോൾഫിൻ 35 എന്ന് പറയുന്ന 2 ടഗ് ബോട്ടുകൾ ഇപ്പോൾ നമ്മുടെ സാൻ ബെർണാണ്ടോ എന്ന് പറയുന്ന ഷിപ്പിനെ ബെർത്തിൻ്റെ പോർഷനിൽ നിന്നും പുള്ളി ചെയ്ത് മാറ്റുന്ന ആ ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. വളരെ സാവധാനമാണ് പുള്ളി നീക്കുന്നത്. വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഹെവി റോപ്പുകളും നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാവുന്നതാണ്. 299.9 മീറ്റർ നീളവും 48.4 മീറ്റർ ബെർത്തുമുള്ള നമ്മുടെ സാൻ ബെർണാണ്ടോ മാക്സിമം ഡ്രാഫ്റ്റ് ആവട്ടെ 14.5, പക്ഷേ ഇപ്പോൾ കറണ്ട് ഡ്രാഫ്റ്റ് 13.8 ആണ്, 8 മീറ്ററാണ്. അത്തരത്തിലുള്ള ഒരു വലിയ ഷിപ്പിനെ 2 ടഗ് ബോട്ടുകൾ ഹെവി റോപ്പ് ഉപയോഗിച്ച് പുള്ളി ചെയ്ത് ബെർത്തിൻ്റെ പോർഷനിൽ നിന്നും മാറ്റുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ച. ജനമനസ്സുകൾ കീഴടക്കിയ ഷിപ്പാണ് സാൻ ബെർണാണ്ടോ. കാരണം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൽ ആദ്യമായി, നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം ആദ്യമായി വന്ന കണ്ടെയ്നർ ഷിപ്പാണ് നമ്മുടെ പോർട്ടിനോട് വിട പറയുന്നത്. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ്. ഈ ഷിപ്പിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ധാരാളം ആളുകളാണ് സൈഡിലൊക്കെ വന്നു കൂടിയിട്ടുള്ളത്. വളരെ മനോഹരമായ കാഴ്ച. ഷിപ്പിൻ്റെ ദേശമുണർത്തിച്ചുകൊണ്ടുള്ള ആ മനോഹരമായ സൈറം കേൾക്കാൻ സാധിക്കും. ഷിപ്പ് ഞാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ നമ്മുടെ ഈ വിഴിഞ്ഞം ദേശം കേരളക്കരെ ഉണർച്ചുകൊണ്ടുള്ള ആ ഒരു സൈറം വളരെ മനോഹരമാണ്. ഷിപ്പ് പതുക്കെ വളരെ സാവധാനമാണ് നമ്മുടെ ബെർത്തിൽ നിന്നും ഈ പറയുന്ന ടഗ് ബോട്ടുകൾ വലിച്ചു മാറ്റുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ പുള്ളി ചെയ്ത് മാറ്റുന്നത് വളരെ സാവധാനമാണ്. നമ്മുടെ ബെർത്തിന് ഒരു ഡാമേജും പറ്റാതെ വളരെ സാവധാനത്തിലാണ് ഷിപ്പിനെ മാറ്റുന്നത്. ഇപ്പോൾ നമ്മുടെ ഷിപ്പിലെ പൈലറ്റ്, നമ്മുടെ പോർട്ടിലെ പൈലറ്റായ തുഷാർ, അദ്ദേഹമാണ് ഇപ്പോൾ ഷിപ്പ് കൺട്രോൾ ചെയ്യുന്നത്. ആദ്യമായി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലെത്തിയ ആദ്യ കണ്ടെയ്നർ ഷിപ്പ്, സ്വർണ്ണ ലിപികളാൽ ഹിസ്റ്ററിയിൽ എഴുതി ചേർക്കേണ്ട ഷിപ്പ്. ഈ ഷിപ്പിൻ്റെ പ്രത്യേകതകൾ ലോകം അറിയപ്പെടുന്നത് ആദ്യമായി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൽ വന്നു എന്ന് തന്നെയാണ്. ഏറ്റവും വലിയ ഷിപ്പ്. ഈ ഷിപ്പ് എത്ര കാലം നമ്മുടെ ഏതൊക്കെ പോർട്ടിൽ പോയാലും ഈ ഷിപ്പ് അറിയപ്പെടുന്നത് ആദ്യമായി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൽ പോയ, ഇൻ്റർനാഷണൽ സീ പോർട്ടിൽ പോയ ഷിപ്പ് എന്ന് തന്നെയായിരിക്കും. അതുമാത്രമല്ല, അല്ലെങ്കിൽ ആദ്യമായി ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്മെൻ്റ് ഹബ്ബിലെത്തിയ ഷിപ്പ് എന്നും അറിയപ്പെടും. വളരെ സാവധാനം ഷിപ്പ് നീങ്ങുന്നുണ്ട്. ഈ ഷിപ്പ് ഇപ്പോൾ പോകുന്നത് 16-ാം തീയതി കൊളംബോ പോർട്ട്, 21-ാം തീയതി സലാല പോർട്ട്, 26 ജബലലി. ഇതാണ് ഷിപ്പിൻ്റെ ചാർട്ട് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ സാവധാനം ടഗ് ബോട്ടുകൾ പുള്ളി ചെയ്ത് ഷിപ്പിനെ
ബെർത്തിൻ്റെ സൈഡിൽ നിന്ന് നീക്കി മാറ്റുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഞാൻ ഏറ്റവും അടുത്തുനിന്നുള്ള വിഷ്വലിൽ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. രണ്ട് ടഗ് ബോട്ടുകളുടെ സഹായത്തോടെ ഷിപ്പ് ബെർത്തിൽ നിന്നും വളരെ ദൂരെയായിട്ട് മാറിയിരിക്കുന്നു. ബെർത്തും ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബെർത്തും ബ്രേക്ക് വാട്ടറും തമ്മിൽ ഏതാണ്ട് 900 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മുടെ ഈ ഷിപ്പാവട്ടെ ഇതിൻ്റെ ബെർത്ത് വന്നിട്ട് 48.4 അതുമാത്രമല്ല, നമ്മുടെ ഈ പറയുന്ന ഉയർത്തി വെച്ചിരിക്കുന്ന ബൂമിൻ്റെ നീളമാവട്ടെ 72 മീറ്ററാണ്. ഷിപ്പിൻ്റെ ബെർത്ത് 48.4 തന്നെയാണ്. അപ്പോൾ ഷിപ്പിൽ നിന്നും വളരെ പുറത്തേക്ക് തന്നെയാണ് നമ്മളെ ബൂം തള്ളി നിൽക്കുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ് വന്നാലും വളരെ ഈസി ആയിട്ട് കണ്ടെയ്നർ അൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന സെമി ഓട്ടോമാറ്റിക് ക്രെയിനാണ് നമ്മുടെ STS ക്രെയിൻ. നമ്മളെപ്പോഴും പറയുന്നത് പോലെ തല ഉയർത്തി നിൽക്കുന്ന 8 STS ക്രെയിനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഷിപ്പ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നു, ബെർത്തിൻ്റെ ഭാഗത്ത് നീങ്ങിയിരിക്കുന്നു. വളരെ സാവധാനത്തിലാണ് നീങ്ങുന്നത്. കാരണം ഇതൊരു കൺസെപ്ഷൻ പോർട്ട് തന്നെയാണ്. ഫസ്റ്റ് ഫേസാണ് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ട്രയൽ റണ്ണ് 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ട്രയൽ റൺ തന്നെയായിരിക്കും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൽ. അതിനായി ധാരാളം കണ്ടെയ്നർ ഷിപ്പാണ് ഇനി ഇവിടെ വരാൻ പോകുന്ന. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പും വരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ഈ പറയുന്ന സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന ഷിപ്പ് നമ്മുടെ പോർട്ടിന് പുറത്ത് പോയി കഴിഞ്ഞാൽ മരിയൻ അസൂർ എന്ന് പറയുന്ന ഷിപ്പ് അതായത് നമ്മുടെ പൂവാർ സൈഡിൽ ഏതാണ്ട് നമ്മുടെ ബെർത്തിൽ നിന്നും 10 കിലോമീറ്റർ മാറി തന്നെ ആങ്കറിൽ തന്നെയുണ്ട്. ആ ഷിപ്പ് ഉടൻ തന്നെ നമ്മുടെ ബെർത്തിലേക്ക് വരുന്നതായിരിക്കും. അതും ചരിത്രത്തിൽ ഇടം തേടാൻ പോകുന്ന ഷിപ്പ് തന്നെയാണ്. കാരണം ആദ്യ ട്രാൻസ്ഷിപ്മെൻ്റ് ഭാഗമായിട്ട് വരുന്ന ഷിപ്പാണ് മരിയൻ അസൂർ. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണിത്. 2 ടഗ് ബോട്ടും വളരെ വ്യക്തമായിട്ട് കാണാം. ഷിപ്പ് നമ്മുടെ ബെർത്തിൽ നിന്നും ധാരാളം നീങ്ങിയിരിക്കുന്നു. ബെർത്തിൻ്റെ ഇപ്പം നമുക്ക് നിൽക്കുന്ന ഈ ക്രെയിനിൻ്റെയും ക്രെയിനിൽ അതായത് ബെർത്തിൽ നിൽക്കുന്ന ക്രെയിനിൻ്റെയും ഷിപ്പും തമ്മിലുള്ള ആ വ്യത്യാസം വളരെ വലുത് തന്നെയാണ്. ഷിപ്പ് വളരെ വളരെ മാറി നീങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ബ്രേക്ക് വാട്ടറിൻ്റെ ഭാഗത്തേക്കാണ് ഷിപ്പ് നീങ്ങിയിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു വ്യൂവിലാണ് ഞാനുള്ളത്. 4 ടഗ് ബോട്ടുകളാണ് നിലവിലുള്ളത്. ഡോൾഫിൻ 27, ഡോൾഫിൻ 28, ഡോൾഫിൻ 35. തൊട്ടടുത്തുകൂടി ഒരു കാറും പോകുന്ന കാണാം നമുക്ക്. ഈ ബ്രേക്ക് വാട്ടറിൻ്റെ സെൻറ്ററിലൂടെ ഒരു 10 മീറ്റർ വീതിയുള്ള റോഡുണ്ട്. ആ റോഡിലൂടെ ഇൻസ്പെക്ഷൻ ടീം ആരോ ആണ് വണ്ടിയിൽ തിരിച്ചു പോകുന്നുണ്ട്. നമുക്ക് വളരെ വ്യക്തമായിട്ട് ഷിപ്പിനെ കാണാൻ സാധിക്കും. വിഴിഞ്ഞം പോർട്ടിനോട് വിട പറഞ്ഞ് സാൻ ഫെർണാണ്ടോ ഇനി കൊളംബോ പോർട്ടിലേക്ക് പോവുകയാണ്. 2000-ലധികം കണ്ടെയ്നറുകളാണ്, എനിക്ക് തോന്നുന്നു 2079, കറക്റ്റായിട്ട് പറഞ്ഞാൽ 2079 2000-നകത്ത് കണ്ടെയ്നറുകളാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൽ അൺലോഡ് ചെയ്തിട്ടുള്ളത്. അതിൽ കുറച്ച് കണ്ടെയ്നർ കൊണ്ടുപോകാനാണ് മരിയൻ അസൂർ എന്ന് പറയുന്ന ഷിപ്പ് നമ്മുടെ പോർട്ടിൻ്റെ പുറത്ത് ആങ്കറിങ്ങിലുള്ളത്. മനസ്സിനെ കുളിരണിയിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. നമ്മുടെ ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിനോട് വിട പറഞ്ഞു പോകുന്നത്. ഷിപ്പിനെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് ഷിപ്പുള്ളത്. നമ്മുടെ ഈ പറയുന്ന ബെർത്തിൽ നിന്നും ധാരാളം മാറിയിരിക്കുന്നു. ഷിപ്പ് ഇപ്പോൾ ഉള്ളത് എഞ്ചിൻ സ്റ്റാർട്ടിംഗ് മോഡിൽ തന്നെയാണ്. ഒരു ന്യൂട്രൽ മോഡെന്നാണ് അറിയാൻ സാധിച്ചത്. അത് നമ്മുടെ ബെർത്തിനകത്ത് കയറുമ്പോഴും അങ്ങനെയാണ്, ബെർത്തിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. വളരെ സാവധാനത്തോടെ ആയിരിക്കും ഷിപ്പ് പുറത്തേക്ക് പോവുക. നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം ആദ്യ കണ്ടെയ്നർ ഷിപ്പാണ് സാൻ ഫെർണാണ്ടോ. കണ്ടെയ്നർ ഷിപ്പിൽ കൊണ്ടുവന്ന കണ്ടെയ്നർ
നിരയായി പോർട്ടിനകത്ത് ഇറക്കി വെച്ചിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പണ്ട് പറയുന്ന പോലെ 5 സീരീസിലുള്ള ക്രെയിനുകൾ, എ സീരീസ്, ബി സീരീസ്, സി സീരീസ്, ഡി സീരീസ്, ഇ സീരീസ്, 5 സീരീസിലുള്ള ക്രെയിനുകൾ നമ്മുടെ പോർട്ട് ഓഫീസിൻ്റെ മുന്നിൽ നിരയായി വെച്ചിട്ടുണ്ട്. നമ്മൾ PO ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ 5 സീരീസിലുള്ള ക്രെയിനുകളുടെ മുന്നിലാണ് നമ്മൾ ഈ പറയുന്ന കണ്ടെയ്നറുകൾ അൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് വളരെ മനോഹരമായി കാണാൻ പറ്റും. ഞാൻ ഇന്നലെയും വീഡിയോ ചെയ്ത് പറഞ്ഞു, പണ്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഈ പറയുന്ന യാർഡ് പോർഷനെല്ലാം വേക്കൻ്റ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 1-2 കണ്ടെയ്നറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് നമ്മൾ ഈ പറഞ്ഞ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട്. ആ സ്ഥാനത്ത് ഇപ്പോൾ കണ്ടെയ്നറുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതൊരു മനോഹരമായ കാഴ്ച, ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന കാഴ്ച. ഇത് കാണാനായി ധാരാളം ആളുകളാണ് പല സ്ഥലത്തു നിന്നായിട്ട് ഇവിടെ വന്നുകൂടിയിട്ടുള്ളത്. ഷിപ്പ് ഇപ്പോൾ നമ്മുടെ പോർട്ടിനകത്ത് തന്നെയാണുള്ളത്, ഫ്രണ്ടിലോട്ട് മൂവ് ആയിട്ടില്ല. ഈ പറയുന്ന ഒരു ടക്ക് ബോട്ട് അതാ മുന്നേക്ക് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ റോപ്പിനെ റിലീസ് ചെയ്തിട്ടായിരിക്കും ആ ഷിപ്പ് മുന്നോട്ട് പോവുക. ഷിപ്പ് ഇപ്പോൾ വളരെ സാവധാനത്തിൽ മുന്നോട്ട് നീങ്ങുകയാണ്. വളരെ സാവധാനത്തിലാണ് ഷിപ്പ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. ആ ഒരു കാഴ്ച നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. 8570 TUV കണ്ടെയ്നർ കപ്പാസിറ്റിയുള്ള 299.9 മീറ്റർ നീളമുള്ള 48.4 മീറ്റർ ബെർത്തുള്ള ഷിപ്പാണ് നമ്മുടെ സാൻ ഫെർണാണ്ടോ. അതുമാത്രമല്ല 14.5 ഡ്രാഫ്റ്റിംഗ് കപ്പാസിറ്റി മാക്സിമം. ഇപ്പോൾ ഷിപ്പ് ഡ്രാഫ്റ്റിങ്ങിലുള്ളത് 13.8 മീറ്ററാണ്. നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിലാവട്ടെ 18 മുതൽ 20 മീറ്റർ വരെ ഡെപ്തുള്ള പോർട്ടാണ്. അതായത് ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ടാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട്. അതിന് നമ്മൾ പല സ്ഥലത്തായിട്ട് 22 മീറ്ററോളം കൂട്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു MSC അയർനയ്ക്കും 16.5 16.8 ആണ് മാക്സിമം ഡ്രാഫ്റ്റ്. നമുക്ക് നാച്ചുറലായിട്ട് തന്നെ, അതായത് ഡ്രഡ്ജ് ചെയ്യാതെ തന്നെ 18 മീറ്റർ ഉറപ്പായിട്ട് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ഡെപ്ത് ഉണ്ട്. അതിന് നമ്മൾ ഡ്രഡ്ജ് ചെയ്ത് 18 മുതൽ 22 മീറ്റർ വരെ ആക്കിയിട്ടുണ്ട്. ലോകത്തിലെ ഏതൊരു ഷിപ്പിനും വളരെ അനായാസം വന്ന് മൂറിങ് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ആദ്യമായി സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന ഷിപ്പ് കണ്ടെയ്നറുമായിട്ട് പോർട്ടിൻ്റെ അടുത്ത് മൂറിങ്ങിലായിരുന്ന ഷിപ്പ് ഇപ്പോൾ തിരിച്ച് കൊളംബോ പോർട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ സാവധാനത്തിൽ നീങ്ങുന്ന ഷിപ്പിനെ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കാലാവസ്ഥ വളരെ അനുകൂലം തന്നെയാണ്. രാവിലെ കുറച്ച് മഴയുണ്ടെങ്കിലും വിഴിഞ്ഞം പ്രദേശത്ത് ഒരു തുള്ളി മഴ പോലുമില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പ്രതീക്ഷിച്ചു ഇവിടെ വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ മഴയായിരിക്കുമോ എന്ന് തന്നെ പേടിച്ചു. ഒരിക്കലുമല്ല, ഇവിടെ നല്ലൊരു കാലാവസ്ഥയാണ്, അധികം ചൂടുമില്ല. ഈ ഷിപ്പ് വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു, അധികം ചൂടുമില്ല മഴയുമില്ല. ആ ഒരു കാലാവസ്ഥയിൽ വളരെ മനോഹരമാണ് നമ്മുടെ സാൻ ഫെർണാണ്ടോ. നമ്മുടെ പോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കാഴ്ച. വളരെ സാവധാനത്തിലാണ് ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്, നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഈ ഷിപ്പ് പോയാലുടൻ തന്നെ ട്രാൻസ്ഷിപ്മെൻ്റെ ഭാഗമായി ആദ്യമായി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലേക്ക് വരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഷിപ്പ് പുറത്തു തന്നെയുണ്ട്. ആ ഷിപ്പ് ഉടൻ തന്നെ അകത്ത് കയറും. ഇത് പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ അകത്ത് കയറും എന്ന് തന്നെ പറയേണ്ടി വരും. അതേ, നമ്മുടെ മുന്നിൽ നിന്നും ഷിപ്പ് വളരെയധികം മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു. ഇപ്പോഴും ഈ പറയുന്ന പോർട്ടിനകത്ത് തന്നെയാണ്, പോർട്ടിൻ്റെ പുറത്തേക്ക് പോയിട്ടില്ല. എന്നാലും വളരെ സാവധാനത്തിലാണ് ഷിപ്പ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു മനോഹരമായ കാഴ്ച. ദേശമെങ്ങും മുഴങ്ങുന്ന രീതിയിൽ ഹോണിൻ്റെ ശബ്ദം ഷിപ്പിൽ നിന്ന് കേൾക്കാവുന്നതാണ്. ആദ്യമായ ഷിപ്പ് ഇവിടെ വന്നപ്പോഴും ഇതേ ശബ്ദം കേട്ടിരുന്നു. ആ ശബ്ദം നാടിനെ ഉണർത്തി. ആദ്യ കണ്ടെയ്നർ ഷിപ്പ് പോർട്ടിലടുത്തിരിക്കുന്നു.
എന്നൊരു സന്ദേശം നൽകിയതോടൊപ്പം തിരിച്ചു പോകുമ്പോൾ ഞാനിതാ പോവുകയാണ് എന്നൊരു സന്തോഷ മുഴക്കം ഷിപ്പിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന നമുക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കും. ഇനി 2 മാസത്തോളം നമുക്ക് ട്രയൽ റണ്ണാണ്. ധാരാളം ഷിപ്പുകളാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടഗ് ബോട്ടിൻ്റെ ചെറിയൊരു പ്രഷർ നമുക്ക് ഷിപ്പിൻ്റെ ബാക്കിലേക്ക് കൊടുക്കുന്നത് നമുക്കൊന്ന് കാണാൻ സാധിക്കും. വളരെ സാവധാനം നീങ്ങുന്ന ഷിപ്പിനെ നമ്മുടെ ടഗ് ബോട്ടായ ഡോൾഫിൻ 28 വളരെ സാവധാനത്തിലാണ് ഷിപ്പിനെ പോർട്ടിൻ്റെ പുറത്തേക്ക് എത്തിക്കുന്നത്. എപ്പോഴും നമ്മുടെ പോർട്ടിലടുക്കുന്ന ഷിപ്പുകളെല്ലാം പോർട്ടിലെ പൈലറ്റാണ് പുറംകടലിൽ പോയി അല്ലെങ്കിൽ പുറത്ത് ആങ്കറിലായിരിക്കുന്ന ഷിപ്പിനെ പോർട്ടിലെ പൈലറ്റാണ് തിരിച്ച് പോർട്ടിലേക്ക് എത്തിക്കുന്നത്. അതും പോർട്ടിൽ നിന്നും പുറത്തു പോകുന്നതും അങ്ങനെ തന്നെയാണ്. ഷിപ്പിലെ ക്യാപ്റ്റൻ, അതായത് ഷിപ്പിലെ റിയൽ ക്യാപ്റ്റൻ ഒരു കാരണവശാലും ഒരു പോർട്ടിനകത്തും ഷിപ്പിനെ കയറ്റുകയില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓരോ പോർട്ടിലും പോർട്ടിലെ പൈലറ്റ് കാണും. ആ പൈലറ്റാണ് നമ്മുടെ ഷിപ്പിനെയെല്ലാം പോർട്ടിനകത്തോട്ട് പ്രവേശിപ്പിക്കുക. തിരിച്ചും ഈ പറഞ്ഞ പോർട്ടിൻ്റെ പുറത്തേക്കും എത്തിക്കുന്നത് അതേ പൈലറ്റ് തന്നെയായിരിക്കും. ഇവിടെ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ പൈലറ്റായ തുഷാർ, അദ്ദേഹത്തിൻ്റെ ബിഗ് സല്യൂട്ട്. ആദ്യമായ ഒരു കണ്ടെയ്നർ ഷിപ്പ് വന്ന് തിരിച്ചു പോകുന്ന ആ ഒരു മനോഹര കാഴ്ച നമുക്ക് സമ്മാനിച്ചതും വളരെ സൂക്ഷ്മതയോടെ വിഴിഞ്ഞം പോർട്ടിൽ നിന്നും നമ്മുടെ ഷിപ്പിനെ അല്ലെങ്കിൽ സാൻ ബെർണാണ്ടോയെ പുറത്തേക്ക് എത്തിക്കുന്ന ആ ഒരു കർത്തവ്യം നിർവഹിച്ചതിന് വെരി താങ്ക്സ്. ടഗ് ബോട്ടുകളുടെ അകമ്പടിയോടെ സാൻ ബെർണാണ്ടോ എന്ന് പറയുന്ന ഷിപ്പ് വിഴിഞ്ഞം പോർട്ടിന് വിട പറഞ്ഞ് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. ഇനി ധാരാളം കണ്ടെയ്നർ ഷിപ്പുകൾ വിഴിഞ്ഞം പോർട്ടിൽ ഈ 2 മാസത്തെ കാലയളവിൽ വന്നു പോയിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞാലോ 10 നോട്ടിക്കൽ മൈൽ മാത്രമാണ് നമ്മുടെ കപ്പൽച്ചാലിൽ നിന്നും ഇൻ്റർനാഷണൽ കപ്പൽച്ചാലിൽ നിന്നും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലേക്കുള്ള ദൂരം. അതായത് 19 കിലോമീറ്റർ എന്ന് തന്നെ പറയേണ്ടി വരും. അത്ര ദൂരം മാത്രമേ ഉള്ളൂ വിഴിഞ്ഞം പോർട്ടിലേക്ക് കപ്പലുകൾക്ക് എത്തിച്ചേരാൻ. ധാരാളം കപ്പലുകൾ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൽ എത്തിച്ചേരും. ഇന്ത്യയുടെ ഒരേ ഒരു ട്രാൻസ്പോർട്ട് ഹബ്ബാണ് നമ്മളീ കാണുന്നത്. ഇനി എത്ര വലിയ പോർട്ട് ഇന്ത്യയുടെ പല ഭാഗത്ത് പണിതാലും നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ പ്രത്യേകത ഒരു പോർട്ടും ലഭിക്കുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം, നാച്ചുറലായിട്ട് 18 മുതൽ 22 മീറ്റർ ഡെപ്ത് വരെയാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടുള്ളത്. രണ്ടാമത്തെ മെയിൻ കാരണം, ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രമാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. എത്ര വലിയ ഷിപ്പ് വന്നാലും ഓപ്പറേറ്റ് ചെയ്യാൻ കണക്കാക്കി സെമി ഓട്ടോമാറ്റിക് STS ക്രെയിനാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. അതും ഈ പോർട്ട് പണിയുമ്പോഴുള്ള ഒരു പ്രത്യേകത തന്നെയാണ്. ചെറിയൊരു ക്രെയിനല്ല ഇവിടെയുള്ളത്. അങ്ങനെ തന്നെയാണ് ഈ പോർട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതും. അതും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ, അതായത് നമ്മുടെ പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് എന്ന് നമുക്ക് അഭിമാനത്തോടെ എപ്പോഴും പറയാൻ സാധിക്കും. പലരും ചോദിക്കുകയുണ്ടായി, നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വരുമ്പോൾ കൊച്ചി പോർട്ട് അടച്ചുപൂട്ടുമോ, വല്ലാർപാടത്തിന് എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. കാരണം ഇപ്പോൾ ഈ വന്നു പോകുന്ന കപ്പലുകൾ ഇനിയിപ്പോൾ ഇതിലും വലിയ മദർ ഷിപ്പുകൾ വരും. ആ ഷിപ്പിലേക്ക് ഇറക്കി വയ്ക്കുന്ന കണ്ടെയ്നർ ചെറിയ ഫീഡർ വെസലിലൂടെ നമ്മുടെ കൊച്ചി പോർട്ടിലും അനുബന്ധ രാജ്യത്തിലെ, അതായത് തൊട്ടടുത്തുള്ള രാജ്യത്തെ പോർട്ടിലും തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലെ പോർട്ടിലും ധാരാളം കണ്ടെയ്നർ ഒഴുകുന്നതോടൊപ്പം ആ പോർട്ടിലെ ബിസിനസ് കൂടുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ വിഴിഞ്ഞം പോർട്ട് വന്നതുകൊണ്ട് മറ്റൊരു പോർട്ടും യാതൊരു ബുദ്ധിമുട്ടും വരില്ല. പിന്നെ വരുന്ന പോർട്ടുകളുണ്ട്. നിലവിൽ നമ്മൾ ഈ പറയുന്ന കൊളംബോ പോർട്ട്, അതൊരു മദർ പോർട്ടാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മദർ പോർട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു മദർ പോർട്ട് വരുമ്പോൾ ചിലപ്പോൾ ബിസിനസ് കുറയാൻ ചാൻസ് ഉള്ളത്, എൻ്റെ ഒരു നിഗമനം വെച്ചാണ് ഞാൻ പറയുന്നത്, കൊളംബോ പോർട്ടിൻ്റെ തന്നെയായിരിക്കും. കാരണം ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ നിന്നും വിഴിഞ്ഞത്തെക്കാട്ടിയും വളരെ ദൂരം കൂടുതലാണ് കൊളംബോ പോർട്ടിന്. അപ്പോൾ വിഴിഞ്ഞം പോർട്ടിൽ തന്നെയായിരിക്കും ചാൻസ് വളരെ കൂടുതൽ. അതുമാത്രമല്ല, നമ്മുടെ അയൽ രാജ്യമായ ചൈന
ധാരാളം ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചൈനയിലാണ്. പല ഈ പോർട്ടിൻ്റെ ആവശ്യത്തിനായാലും ധാരാളം ഇൻവെസ്റ്റേഴ്സാണുള്ളത്. പക്ഷേ ഈ പറയുന്ന കൊറോണ പോലെയുള്ള പേമാരി ലോകമെമ്പും കീഴടക്കിയപ്പോൾ ലോകമെമ്പാടും സ്റ്റക്കായി പോയത് ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ പ്രശ്നം തന്നെയാണ്. അത് ചൈനയിൽ നിന്നാണ് മുട്ടിമുളച്ചത്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് പൂർണ്ണതോതിൽ 2028 കംപ്ലീറ്റ് ആകുമ്പോൾ കൂടുതൽ പേരെ ആകർഷിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇന്ത്യയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നം മീൻസ് നിങ്ങൾക്കറിയാം, സ്വാഭാവികമായിട്ട് ചൈനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രശ്നവും നിലവിലില്ല. ധാരാളം ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാൻ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന് സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഷിപ്പ് വളരെ അകലെയായി മാറിയിരിക്കുന്നു. അങ്ങനെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിന് വിട പറഞ്ഞ് സാൻ ബെർണാണ്ടോ ഇപ്പോൾ ബെർത്തിന് അല്ലെങ്കിൽ നമ്മുടെ പോർട്ടിന് പുറത്തായിരിക്കുന്നു. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.